രാജസ്ഥാനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ശക്തമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. നിരവധി സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇതോടൊപ്പം തെരുവിലിറങ്ങി പൊതുജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ. അതിനിടെ രാജസ്ഥാൻ മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിന്റെ വൻ പ്രസ്താവനയും ഇപ്പോൾ പുറത്തുവന്നു. 15 വർഷമായി BJP എംപിമാർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്നും BJPയെ കടന്നാക്രമിച്ച് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സച്ചിൻ പൈലറ്റ് പറഞ്ഞു. 36 കമ്മ്യൂണിറ്റികളിലെ ആളുകൾ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് സച്ചിൻ പൈലറ്റ് അവകാശപ്പെട്ടു. ദൗസയിൽ നിന്ന് കോൺഗ്രസ് വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 തവണ ഇവിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുകയാണെന്നും എന്നാൽ ഇത്തവണ 4ാം തെരഞ്ഞെടുപ്പിൽ പലിശ ഉൾപ്പെടെയുള്ള കണക്കുകൾ തീർത്ത് കോൺഗ്രസ് ചരിത്ര റെക്കോർഡ് സൃഷ്ടിച്ച് വിജയിക്കുമെന്നും പൈലറ്റ് പറഞ്ഞു. കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക, 2 കോടി തൊഴിലവസരങ്ങൾ നൽകുക, പണപ്പെരുപ്പം കുറയ്ക്കുക തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങളാണ് BJP നൽകിയത്. എന്നാൽ ഈ മുദ്രാവാക്യങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ രാജസ്ഥാനിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ 25 എംപിമാരിൽ 25 പേരും BJPയിൽ നിന്ന് 2 തവണ വന്നവരാണ്. എന്നാൽ ഇത്തവണ രാജസ്ഥാനിലെ ജനങ്ങൾ അവരെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ ഭരണകാലത്ത് അഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും പേരിൽ ആക്രമണ രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള പണിയാണ് നടക്കുന്നത്. അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാലിയായിരിക്കുന്നു. സുതാര്യത അവസാനിപ്പിക്കുന്നു. ഇതിനെല്ലാമെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യും. ഇത്തവണ ജനങ്ങൾ ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിക്കുകയും നമ്മുടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. രാജസ്ഥാനിൽ ഇത്തവണ BJP അധികാരത്തിൽ വന്നതിന് ശേഷം കാര്യമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന പരാതികൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനവിരുദ്ധ വികാരം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഇത്തവണ അട്ടിമറി വിജയമുണ്ടാകുമെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു.